ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും വലിയൊരു സുവർണ അവസരം ഇനി വരുന്ന വർഷങ്ങൾ കിട്ടാൻ പോകുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഓൾറെഡി നോക്കി കഴിഞ്ഞ ലാസ്റ്റ് ഇയർ നടന്ന എക്സാമിൽ ഒരുപാട് ആൾക്കാർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുള്ള എക്സാം ആണ്. അതെല്ലാവരും ഓർത്തിരുന്നുള്ള ഡിപ്ലോമക്കാർക്കും അതുപോലെ ബിടെക് എംടെക് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ കിട്ടാൻ പോകുന്നത് ഏറ്റവും വലിയ അവസരമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. 3-4 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരിക്കും. എക്സാമും ഒരുപാടൊന്നും ലേറ്റ് ആവുന്നുണ്ടില്ല. നോക്കി കൃത്യമായി പുതിയൊരു ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഠിച്ചവർക്ക് നല്ലൊരു പോസ്റ്റ് ആണല്ലേ സാറേ. ഡിപ്ലോമ ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ബിടെക്കോ ഹയർ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ലൊരു പോസ്റ്റ് കോളേജുകളിൽ ലഭിക്കുകയാണ്. അപ്പം നല്ല പോസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ്. ഓൾറെഡി നമുക്കറിയാം അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെയും അതുപോലെ തന്നെ ലെക്ചറിംഗ് പോളിലേക്ക് തന്നെ വരാനിരിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ബാച്ച് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു ബാച്ച് തുടങ്ങുന്ന സമയത്തെ ക്ലാസ്സസ് നന്നായിട്ട് ലഭിക്കണം. കാരണം നമ്മൾ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് തിയറി ഒക്കെ കേട്ട് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് സിലബസ് മനസ്സിലാക്കണം. അതെ അതെ, ഉറപ്പായിട്ടും ഒരു ബാച്ച് തുടങ്ങുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും സംശയം ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കും, എങ്ങനെയായിരിക്കും ഇവിടുത്തെ ക്ലാസ് ഉണ്ടാവുക, ഏത് രീതിയിലാണ് അവർ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാവുക എന്നൊരു സംശയം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്കൊന്ന് അവരിലേക്ക് ഷെയർ ചെയ്യാം അല്ലെ. അപ്പൊ നമ്മളെ ബാച്ചില് ശരിക്കും ഓൺലൈൻ ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ച് ആണ്. അതായത് ലൈവ് സെഷൻസും റെക്കോർഡഡ് സെഷൻസും കൂടെ എടുത്തിട്ടാണ് നമ്മുടെ ബാച്ച് നമ്മള്. അവർക്ക് സംശയം ഉണ്ടായിരിക്കും ലൈവ് മാത്രമാണോ അതോ നോക്കി അവർക്ക് സമയം കിട്ടാതെ ലൈവ് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായ റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല, നമ്മൾ ലൈവ് പോയി കഴിഞ്ഞാൽ ആ ക്ലാസ്സും റെക്കോർഡഡ് ആയിട്ട് ആപ്പിൽ നിങ്ങൾക്ക് വാലിഡിറ്റി കഴിയുന്നത് വരെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഡെയിലി ഒരു 2 മുതൽ 3 വരെ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിലബസ് കുറച്ച് വലുതാണ്. അപ്പൊ അതൊന്ന് പഠിച്ചു തീർക്കണമെങ്കിൽ ഡെയിലി 2 to 3 ക്ലാസ്സസ് ഒക്കെ കിട്ടിയാൽ മാത്രമേ സെറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ദെൻ സബ്ജക്ട് ടെസ്റ്റ് ആൻഡ് മോക്ക് ടെസ്റ്റ്, അതായത് ഏതൊരു എക്സാം ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ടെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിൽ ഏറ്റവും നമുക്ക് സബ്ജക്ട് ടെസ്റ്റുകളും അതിന്റെ കൂടെ തന്നെ മിസ് പറഞ്ഞ മോക്ക് ടെസ്റ്റും ഈ ഒരു ബാച്ച് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ സാറേ നമ്മളെ പുതിയ എക്സാം വന്നപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ എക്സാം ഹാളിൽ നമുക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് ഒരുപാട് സബ്ജക്ട് ടെസ്റ്റുകൾ ഉണ്ട്. അതായത് ഓരോ സബ്ജക്ട് കഴിയുമ്പോഴും നിങ്ങൾക്ക് സബ്ജക്ട് ടെസ്റ്റുകളും മാത്രമല്ല മോക്ക് ടെസ്റ്റുകളും ലഭിക്കും. അതേപോലെ തന്നെ PYQ ടെസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. PYQ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഡിപ്ലോമ ലെവലിൽ നടക്കുന്ന എക്സാമുകൾ, അതായത് മെക്കാനിക്കൽ ബേസ്ഡ് ആയി നടന്ന ഒരുപാട് എക്സാമ്പിൾ ഇറിഗേഷന്റെ ഗ്രേഡ് 1 ഉണ്ടായിരിക്കും. അതുപോലെ ഒരുപാട് ഡിപ്ലോമ ലെവൽ എക്സാം നടക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ PYQ ടെസ്റ്റ് അതേപോലെ നമ്മൾ ഈ ഒരു ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് വലിയൊരു പ്രത്യേകതയാണ്. അപ്പൊ ഈ PYQ ടെസ്റ്റ് ഒക്കെ ചെയ്താലേ നമുക്ക് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ചോദിച്ചു, ഏതൊക്കെ ടോപ്പിക് ലെവലിൽ പഠിക്കണം, പഠിച്ച കാര്യം എന്തൊക്കെ എത്തിയിട്ടുള്ള കാര്യം കിട്ടുന്നുണ്ടാവുള്ളൂ അല്ലെ, ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു PYQ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. അതേപോലെ നമുക്ക് ഇനി അടുത്തതായിട്ട് അറിയുന്നുണ്ടാവും നമുക്ക് ടോട്ടൽ ഈ ഒരു ബാച്ച് അവേഴ്സ്. ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു ബാച്ച് തീരുന്നുണ്ടാവുക, അല്ലെങ്കിൽ എത്ര സമയം എടുത്താൽ അവർക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ബാച്ച് ടോട്ടലായി നോക്കിയാൽ എല്ലാ സബ്ജക്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 240+ അവേഴ്സ് ആണ് ബാച്ചിലെ ക്ലാസ്സുകൾ മിനിമം ആണ് പറയുന്നത്. അതിൽ കൂടുതലായിട്ട് വരാം. 240+ എന്ന് നമ്മൾ പറയുന്നുണ്ട്. സാധാരണ സൈലത്തിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ 200 അവേഴ്സ് ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും 200 എന്ന് പറഞ്ഞാൽ ആ ബാച്ചിൽ ആ അവർ 300 ഒക്കെ എത്തും. അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കണ്ടന്റ് അപ്പൊ നമുക്ക് പഠിപ്പിച്ച് തുടങ്ങുമ്പോഴായിരിക്കും അവിടെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ പുതിയ മാറ്റങ്ങൾ വരും നമ്മൾ അറിയുന്നുണ്ടാവുക. അപ്പൊ അതനുസരിച്ച് കൊണ്ട് നമ്മൾ ചെയ്യും ആ ഒരു ടോപ്പിക് കൂടെ നമ്മൾ കൃത്യമായി തന്നെ അവിടെ സ്ട്രെസ് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ബാച്ചുകൾ പോകാറ്. ബാച്ചിൽ തന്നെ എങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാവോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള തിയറി നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ബാച്ചിൽ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതലായി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എത്താനുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിക്കാൻ നമ്മൾ കൂടുതൽ അവേഴ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ 240 എന്ന് പറഞ്ഞാൽ അതൊരു മിനിമം അവർ ആണ് സാറേ. ആ മിനിമത്തിനേക്കാളും കൂടുതലേ നമുക്ക് എന്തായാലും വരത്തുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ അതിൽ പ്രോപ്പറായി റിവൈസ് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ റെക്കോർഡർ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ റെക്കോർഡ് ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടാവുക എന്നൊരു സംശയം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു 40+ റിവിഷൻ ക്ലാസ് അങ്ങ് കൊടുത്തിട്ട് ആ ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം കൃത്യമായി റിവൈസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ആ രീതി തന്നെയായിരിക്കും ഈ ബാച്ച് നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരാള് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കിട്ടും. അത് മാത്രമല്ല കറക്റ്റ് ആയിട്ട് റിവിഷനും കിട്ടും. പ്രോപ്പർ റിവിഷൻ, അതാണ് റിവിഷനാണ് കീ അല്ലെ. കാരണം ഒരു എക്സാമിന് സാറേ നമുക്ക് റിവൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു കാര്യം പഠിച്ചു അത് ഓർമ്മയുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തന്നെയാണ്.
അതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ റിവിഷൻ ചെയ്തു, അതുപോലെ റെക്കോർഡ് ക്ലാസ് എല്ലാം കണ്ടു, ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തേ പറ്റൂ. ടെസ്റ്റ് ചെയ്യാത്ത ഒരാൾ ഉറപ്പായിട്ടും എവിടെ എത്തില്ല. കാരണം കറക്റ്റ് ആയിട്ട് എക്സാം എഴുതി നോക്കിയാലേ നിങ്ങൾ ഏതുവരെ പഠിച്ചു, നിങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ. അതായത് നമ്മൾ റിവിഷൻ ക്ലാസ് റിവിഷൻ ക്ലാസ് ഒക്കെ തന്നിട്ടും കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഭാഗത്തിൽ ക്ലിയർ ആയിട്ട് പഠിച്ച് തീർക്കണം. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ള പഠനത്തിലാണോ നിങ്ങൾ ഉള്ളത്, കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞോ, ഇനി എന്തൊക്കെ പെൻഡിങ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് ടെസ്റ്റുകളും സബ്ജക്ട് ടെസ്റ്റുകളും ഒക്കെ തരുന്നത്. അത് തന്നെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ടോപ്പിക് ടെസ്റ്റിന് 50 അധികം വരുന്നുണ്ട്. അതായത് ഒരു സബ്ജക്റ്റിന്റെ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ടോപ്പിക് ടെസ്റ്റ് വരും. അങ്ങനെ ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരുപാട് ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ട്. അങ്ങനെ 50 കൂടുതൽ നമ്പർ നോക്കി ശ്രദ്ധിച്ചാൽ മതി. 50 കൂടുതൽ ടോപ്പിക് നമുക്ക് ടോട്ടൽ നമുക്ക് ഒരു 10ഓളം സബ്ജക്ട് അവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിലെല്ലാത്തിനും ടോപ്പിക് എല്ലാം കൃത്യമായി മിനിമം ആണ് കേട്ടോ. ഇതൊക്കെ മിനിമം ആണ്. മിനിമം ഇത്ര തരും, മാക്സിമം ഇതിനേക്കാളും ഒരുപാട്. എപ്പോഴും അങ്ങനെ കൊടുക്കാറുള്ളൂ. കാരണം നമ്മളെ പഴയ ഓവർസിയർ ബാച്ച് പിള്ളേര് പറയാറുണ്ട് എന്തോരം ടെസ്റ്റുകളാണ് മിസ്റ്റേക്ക്. ആ ടെസ്റ്റ് ചെയ്ത് തീർക്കാൻ സമയം കിട്ടണമെന്ന് അവർ പറയാറ്. കാരണം പ്രോപ്പറായി ഷെഡ്യൂൾ ചെയ്ത് പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, നിങ്ങൾ കൃത്യമായി ടെസ്റ്റ് ചെയ്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളൂ. ദെൻ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുണ്ട് കുട്ടികളോട്, നിങ്ങൾ ഏതൊരു എക്സാം ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പ്രോപ്പർ ആയിട്ട് തന്നെ മോക്ക് ചെയ്ത് തന്നെ നിങ്ങൾ പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എവിടെ നിങ്ങൾ എത്തി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാം ഒക്കെ നോക്കിയാല് തീരുന്നില്ല. ഓവർസിയർ ലെവൽ എക്സാം തന്നെ പണ്ട് നമ്മള് ഒരു വർഷം മുന്നേ വരെയുള്ള ഓവർസിയർ ലെവൽ എക്സാമുകളൊക്കെ കറക്റ്റ് 1.5 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ തന്നെ നമ്മൾ തീരൂല. 1 മണിക്കൂർ തന്നെ ഉറങ്ങി തീർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതെ, എഴുതി കഴിഞ്ഞ് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ എക്സാം, അതുകൊണ്ട് ഉറക്കം എന്തായാലും മനസ്സിലാക്കും. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിന്റെ നമ്പേഴ്സ് കൂടി, അതേപോലെ ഡിസ്ക്രിപ്ഷൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ വായിച്ചെടുക്കാൻ ഒരു സമയം എടുക്കും. കാരണം ക്വസ്റ്റ്യൻ തന്നെ വളരെ വിശദമായി പറയും. അപ്പൊ അതൊക്കെ നമ്മൾ ബ്രെയിൻ പ്രോസസ് ചെയ്ത് വായിച്ചെടുത്ത് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ എങ്ങനെയാണോ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അതേപോലെ ഒരുപാട് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ആ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മുടെ ഈ ബാച്ചിൽ വരുന്നുണ്ട്. 5 മോക്ക് ടെസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന 5 മാത്രമായി കൂടുതലൊക്കെ കൂടുതൽ വരും. ദെൻ അതേപോലെ നമുക്ക് PYQ ടെസ്റ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു. PYQ ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായി ചെയ്തിരിക്കണം. കാരണം എന്താണ് പാറ്റേൺ, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാലേ നമ്മളെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ, ഇപ്പൊ നമ്മൾ എക്സാം ഒക്കെ, ഇപ്പൊ സിവിലിന്റെ എക്സാം ഒക്കെ നടക്കുമ്പോൾ സാറേ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് പണ്ടൊക്കെ അതിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 6, 7, 8 ക്വസ്റ്റ്യൻ ഒക്കെ എത്തി തുടങ്ങി. എണ്ണം മാറ്റം വരുന്നുണ്ട്. അപ്പോ എന്തൊക്കെ മാറ്റങ്ങളാ വരണ്ടേന്ന് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഈ PYQ ടെസ്റ്റുകൾ അല്ലെങ്കിൽ PYQs കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ്. ഇനി എപ്പോഴും ഒരു ബാച്ച് ഫുൾ ആവും എപ്പോഴാണ്, നല്ല ക്ലാസ് നിങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അല്ലെ. അപ്പോ കേരളത്തിലെ തന്നെ നമ്പർ 1 ഫാക്കൽറ്റീസിനെ വെച്ചിട്ടാണ് നമ്മുടെ ബാച്ച് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബാച്ചിലെ ടീച്ചേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളെ ജിബിൻ സാർ ഉണ്ട്. ജിബിൻ സാറ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, അതേപോലെ ഹൈഡ്രോളിക് മെഷീൻസ്, തെർമോഡൈനാമിക്സ്, തെർമൽ എഞ്ചിനീയറിംഗ്, ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സ്റ്റീം ബോയിലേഴ്സ്, ഇത്രയും സബ്ജക്റ്റുകളാണ് സാറ് ഡീൽ ചെയ്യുന്നത്. ദെൻ നമുക്ക് മനേഷ് സാർ ഉണ്ട്. മനേഷ് സാറ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന അടുത്തൊരു സബ്ജക്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അപ്പൊ പലരും അവിടെ ഡിപ്ലോമ പഠിക്കുന്ന ആൾക്കാരും ബിടെക് പഠിച്ച ആൾക്കാരും ഒക്കെ എന്ത് ചെയ്യും, ഈ ഡ്രോയിങ് കുറച്ച് കഷ്ടപ്പെട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പൊ അതിന് MCQ ലെവലിൽ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായി അതിന് തിയറി ഓറിയന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിസ്മയ മിസ് ഇവിടെ റെഡിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഫ്രഷേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇപ്പം ഡിപ്ലോമ കഴിഞ്ഞവരും ബിടെക്. നിങ്ങളൊരു ബിടെക്കോ ഡിപ്ലോമയോ ട്യൂഷനൊക്കെ എടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി അവിടെ ഒന്നും വേണ്ട. നമുക്ക് പിൻ പോയിന്റ് ആയിട്ട് കറക്റ്റ് കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടണം. അത് മാത്രമല്ല കറക്റ്റ് ഏതാ ക്വസ്റ്റ്യൻ വരെയെന്ന് പറഞ്ഞു തരാൻ വേണം. അതിന് കാപ്പബിൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണിത്. നിങ്ങൾക്ക് പറഞ്ഞു ഇന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചോ ക്വസ്റ്റ്യൻ വരും, അത് ഉറപ്പാണ്. അത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ സാധിക്കും. സാധാരണ ഒരു എക്സാം നോക്കുമ്പോൾ നമുക്ക് 100-ൽ ഒരു 60 ക്വസ്റ്റ്യൻ വരെ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് വരാറുണ്ട്. അപ്പൊ 60 അഷ്യൂർ ചെയ്യാൻ പറ്റും നമുക്ക്. അതിനേക്കാളും കൂടുതലുള്ളൂ. എപ്പോഴും നമ്മൾ മിനിമത്തിലാ പറയുന്നത്, അതിനേക്കാളും കൂടുതലാണ് പൊതുവെ കിട്ടാറുള്ളത്. ഇനി ബാക്കി സബ്ജക്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി IC എഞ്ചിൻസും അതുപോലെ തന്നെ മാനുഫാക്ചർ പ്രോസസും. ഈ മാനുഫാക്ചർ പ്രോസസിന്റെ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഒരുപാട് തിയറിയാണ്, വലിച്ചു വാരി ഇങ്ങനെ തിയറി കിടക്കുന്ന സബ്ജക്റ്റാണ്. അപ്പൊ ആ സബ്ജക്റ്റ് നമുക്ക് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ആ 10 എണ്ണത്തിൽ എന്തായാലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ തിയറി കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അബ്ദുൽ ജിത്തു സാർ ഇവിടെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇനി മെഷീൻ ഡിസൈൻ, അവിടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരുപാട് വരുന്ന ഒരു പേപ്പറാണ് മെഷീൻ ഡിസൈനും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, കൂടാതെ നമുക്ക് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, ഇതെല്ലാം കൃത്യമായി നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിപ്പിക്കാൻ ഉവൈ സാറും ഇവിടെ റെഡി ആണ് എന്നുള്ള കാര്യം ഓർത്തേക്ക്. അപ്പൊ നല്ല ഫാക്കൽറ്റി
പൂള് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് പോകണം. പിന്നെന്താ വെച്ചാൽ എല്ലാ ടീച്ചേഴ്സിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഏത് സമയവും കോൺടാക്ട് ചെയ്യാം. പൊതുവെ എല്ലാ ഫാക്കൽറ്റീസിനും ടെലഗ്രാം ചാനലുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് പേഴ്സണലി നമുക്ക് പേഴ്സണൽ മെമ്പർഷിപ്പ് പോലെ തന്നെ എന്ത് ചെയ്യാം, പേഴ്സണൽ മെന്റർഷിപ്പ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം പലപ്പോഴും കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കും, മിസ് ഇന്ന കാര്യം ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യാ. അങ്ങനെ എല്ലാവരും അവൈലബിൾ ആണ് നിങ്ങൾക്ക്. നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾ ഒരാളായിട്ട് എല്ലാ ഫാക്കൽറ്റീസും ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. കാരണം എപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ വേറൊരു സോഴ്സിലേക്കും പോകണ്ട, ഗൂഗിളിലേക്കൊന്നും പോകണ്ട. ഒരു ഡൗട്ട് വരുന്നു അപ്പൊ എന്ത് ചെയ്യാം, അതിലേക്ക് ഇടാം. അല്ലെങ്കിൽ ബാക്കി എല്ലാ ടീച്ചേഴ്സിനും പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് പ്രത്യേകത എല്ലാ ഫാക്കൽറ്റീസിന്റെയും ചാനൽ നല്ല ആക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നമ്മൾ ആൻസർ ഇടണമെന്നില്ല. ബാക്കി നിങ്ങളൊപ്പമുള്ള സ്റ്റുഡൻസ് തന്നെ ആൻസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്ത് തരാറുണ്ട്. അങ്ങനെ പല ഉപയോഗങ്ങളാണ് നമ്മുടെ ബാച്ച് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര ആൾക്കാർ ഈ എക്സാമിന് കറക്റ്റ് ആയി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും, സ്വന്തമായ ലെവലും കൂടെ അവിടെ കിട്ടും. അതെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ടെൻഷൻ വരും. അതായത് ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ, ഇപ്പൊ എന്റെ ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാല് ചിലപ്പോ ഞാൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ ബാക്കിയുള്ളവർ ആൻസർ ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും ആൾക്കാർ ഇവിടെ അലേർട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ആൻസർ ചെയ്യാൻ പാകത്തിന് ടെൻഷൻ വന്നാലാണ് പിന്നെ പഠനത്തിലേക്ക് നമുക്ക് നന്നായിട്ട് ഇരിക്കാൻ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി സബ്ജക്റ്റുകളിലേക്ക് വരും. സിലബസിന്റെ നമുക്ക് വരുന്ന സബ്ജക്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ നമുക്കറിയാം, കോർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അവിടെ ഉണ്ട്. ആദ്യം വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. അവിടെ കൃത്യമായി ഓർത്തിന്നുള്ള 10 മാർക്ക് വീതമാണ് രണ്ടിനും കൂടെ വരുന്നത്. ടോട്ടൽ 20 മാർക്ക് അവിടെ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ അത് നമ്മൾ പഠിപ്പിച്ച് തീർക്കുന്നുണ്ടായിരിക്കാം. മിനിമം ഓഫ് 40 hours ആണ്. റെക്കോർഡർ ആയിട്ടുള്ള ക്ലാസ്സും ലൈവായ ക്ലാസ്സും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ അതിന്റെ തിയറി കൃത്യമായി നമ്മളെ പഠിപ്പിച്ച് അത് ന്യൂമറിക്കൽസ് എല്ലാം നമ്മൾ നന്നായി ചെയ്തിട്ട് ശേഷം നമുക്ക് അതിലെ റിവിഷൻ വരുന്നുണ്ടാവുക 8 hours കൊണ്ടായിരിക്കും. അപ്പം FM-ഉം HM-ഉം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, റിവിഷനിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ തിയറി ക്ലാസ്സുകളിലൂടെയും റെക്കോർഡ് ക്ലാസ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിലൂടെ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കും. അപ്പോൾ ബാക്കി വരുന്നതിന് തെർമോഡൈനാമിക്സും തെർമൽ എഞ്ചിനീയറിംഗും ആണ്. അപ്പൊ ഞാൻ തന്നെയാണ് ആ ഒരു പേപ്പർ എടുക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ നമുക്കൊരു 40 hours ആണ് ആ ഒരു സബ്ജക്റ്റിൽ വരുന്നുണ്ടായിരിക്കുക. ദെൻ അതിൽ നമുക്ക് റിവിഷൻ എന്ന് പറയുന്നത് ന്യൂമറിക്കലും അതുപോലെ തിയറി ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അവിടെ നമുക്ക് വരുന്നത് 8 hours തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ സാർ അതിലൊരു കാര്യം പറയാനുള്ളത്, ഈ റിവിഷൻ എന്ന് പറയുന്നത് ഓരോ ഫാക്കൽറ്റീസിനനുസരിച്ച് മാറിയാണ് ചെയ്യുക. ചില ഫാക്കൽറ്റീസ് ഇക്വേഷൻ റിവിഷൻസ് കൊടുക്കും, ചില ഫാക്കൽറ്റീസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് റിവൈസ് ചെയ്യും, ചില ആൾക്കാർ എന്ത് ചെയ്യും തിയറി പ്ലസ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാവും. അപ്പൊ അത് ഓരോ ഫാക്കൽറ്റീസിനനുസരിച്ച് മാറും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതിൽ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ഫാക്കൽറ്റിയും പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കമന്റിൽ നിങ്ങളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ലൈവ് ക്ലാസ്സിലാണെങ്കിൽ കമന്റിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ കമന്റ് ഇനിയിപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ആ ഒരു ആളോട് ഫാക്കൽറ്റിയോട് കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. എല്ലാ പ്രശ്നം എന്താണെന്ന് അറിയാം സാറേ, നമുക്ക് ഈ കുട്ടികളെ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഇവരുടെ പ്രശ്നങ്ങൾ ഈ ഫാക്കൽറ്റീസിലേക്ക് എത്തുന്നില്ല. ഇവിടെ ആ പ്രശ്നമല്ല, വളരെ വളരെ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് ഫാക്കൽറ്റിയിലേക്ക് എത്താൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. പിന്നീട് സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. അത് 25 hours ആണ് നമുക്ക് സബ്ജക്ട് വരുന്നത്. അത് കൂടാതെ 4 റിവിഷൻ സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ പൊതുവെ നമ്മുടെ റിവിഷൻ സെഷനിൽ ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് റീകളക്ട് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഒക്കെ പൊതുവെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ദെൻ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, 15 മണിക്കൂറാണ് നമുക്ക് വരുന്നത്. ആൻഡ് 3 hour റിവിഷനും ഉണ്ട്. അപ്പം ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് വെയിറ്റേജ് അനുസരിച്ചും സബ്ജക്റ്റിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പ്ലിറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന സബ്ജക്റ്റിലേക്ക് വന്നാൽ നമുക്കറിയാം മാനുഫാക്ചറിംഗ് പ്രോസസ്സും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ തിയറി ഓറിയന്റഡ് ടോപ്പിക് ആണ്. അപ്പൊ അത് നമുക്ക് വരുന്നത് 20 hours കൊണ്ടും അതിന് റിവിഷൻ നമ്മൾ 5 ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ ആയിരിക്കും റിവൈസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക. ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സബ്ജക്ട് പഠിച്ചെടുക്കണം. പിന്നീട് വരുന്നത് എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു സബ്ജക്റ്റ് ആണ് മെഷീൻ ഡിസൈൻ. ഈ ഡിസൈനിന്റെ പേപ്പർ പ്രശ്നമുണ്ട്, എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ ബിടെക് പഠിക്കുമ്പോഴാണെങ്കിലും ഡിപ്ലോമ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെ സപ്ലി വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പേപ്പർ ഡ്രോയിങ് ഒരു വലിയ പ്രശ്നമാണ്. ഡ്രോയിങ് മെയിൻ സപ്ലി വരുന്ന സബ്ജക്ട് ആയിരുന്നു. പക്ഷേ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ PSC-ലേക്ക് വരുമ്പോൾ ഈസിയാണ്, സംഭവിച്ചു നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. കാരണം അത് പഠിച്ചാൽ മതി. വരച്ച് കാണിച്ചു കൊടുത്ത് നീറ്റ്നെസ്സിലേക്ക് ഒന്നും കൊണ്ടുപോകുന്ന കാര്യമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് വരുന്ന 30 hours ക്ലാസ് ഉണ്ടായിരിക്കും. അതിൽ തന്നെ 6 hours നമുക്ക് അതിന്റെ റിവിഷൻ ടോപ്പിക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരും. ദെൻ നമുക്ക് IC എഞ്ചിൻസ് ആൻഡ് ബോയിലേഴ്സ് ഉണ്ട്. ആ ഒരു സബ്ജക്ട് 20 hour വെയിറ്റേജ് ആണുള്ളത്. ആൻഡ് നമുക്ക് 3 hour റിവിഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഫൈനലി ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ ഉണ്ട്,
25 hours ആണ് നമുക്ക് സെക്ഷൻസ് വരുന്നത് ആൻഡ് 5 hours റിവിഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ചില സബ്ജക്ട് 20 hours, ചില സബ്ജക്ട് 25 hours. അപ്പൊ അതിന്റെ സബ്ജക്റ്റിന്റെ ബുദ്ധിമുട്ട് അനുസരിച്ചും കൂടിയാണ് നമ്മൾ റിവിഷന്റെ ക്ലാസ്സിൽ ചിലപ്പോൾ അങ്ങോട്ട് കൂടാനുണ്ടാവുള്ളൂ, കുറയില്ല. നിയമമാണ് ഈ പറഞ്ഞെല്ലാം, ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് കുറയില്ല, അതിനേക്കാൾ കൂടുതലായിട്ട് കിട്ടുകയുണ്ടാവുള്ളൂ. അതിലാർക്കും ഒരു സംശയം. ഇതിനേക്കാളും കൂടുതലാണ് കൊടുക്കാറുള്ളത് നോട്ട്സ് ആയാലും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ നോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ സംശയം ഉണ്ടാവും അവർക്ക്. നോട്ട് എങ്ങനെ കിട്ടും, ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ, പ്രിന്റ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാകും. നമ്മളെ ആപ്പില് ഏത് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയാലും നോർമൽ ക്ലാസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് അതത് ക്ലാസ് കഴിയുമ്പോൾ തന്നെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതത് സബ്ജക്റ്റില് അതത് ഡേറ്റിന്റെ ഫോൾഡറിൽ ഉണ്ടായിരിക്കും. ക്ലാസ് എടുത്ത നോട്ടാണ്, നോട്ടറായ നോട്ടാണ്. ക്ലാസ് എന്താണോ പറഞ്ഞത് അത് അത് ഒന്നും വിടാതെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലാസ് തന്നെ അപ്പൊ തന്നെ പ്രിന്റ് എടുക്കാനൊക്കെ പറ്റൂട്ടോ, പ്രിന്റ് എടുക്കാനും ഷെയർ ചെയ്ത് പഠിക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ വല്ലാതെ ഉപയോഗപ്പെടുത്താം. അതായത് നമ്മളൊരു റിവിഷൻ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു 30-40 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PDF ആയിട്ട് പഠനാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതൊരു വലിയ ബെനിഫിറ്റ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ബാച്ചിന്റെ കാര്യങ്ങൾ വരുന്നതായിരിക്കാം. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലേ, ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. കൃത്യമായി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ, സ്ട്രക്ചേർഡ് ആയി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് അടിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ട് എക്സാമിന് പഠിക്കാൻ അല്ലേ സാറേ? അതെ അതെ, സമയം പോകുന്നത് പറഞ്ഞു. സമയത്തിന്റെ കാര്യത്തൊന്നും ഒരു പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ എക്സാം നടക്കുന്നുണ്ടെങ്കിൽ അതൊരു 6 മാസം കൊണ്ട് അല്ലെ, നോട്ടിഫിക്കേഷൻ വന്ന് 6 to 8 മാസം കൊണ്ട് എക്സാം നടക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 6 മാസം കൊണ്ട് ഷോർട്ട് ലിസ്റ്റ് വരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും റാങ്ക് ലിസ്റ്റ് വരുന്നു. അഡ്വൈസ് ഒക്കെ ഇപ്പൊ പറഞ്ഞ പോലെ ചിലപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് അവിടെ മാറ്റങ്ങൾ വരും. വേക്കൻസി അനുസരിച്ചും അതിന്റെ അവിടുത്തെ ബുദ്ധിമുട്ടിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ മാറ്റങ്ങൾ വരാറുണ്ട്. ഇപ്പൊ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം എന്ന് വെച്ചാൽ എപ്പോഴും പഠിപ്പിക്കാനായിട്ട് ആളവിടെ വേണം അല്ലെ. താമസം വരാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. വലിയ പ്രശ്നം. കാരണം അവിടെ എപ്പോഴും പ്രൊമോഷൻ ഒക്കെ ഒരു പ്രോപ്പർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്ക് ഏറ്റവും അടിപൊളി ആയിട്ട് തന്നെ റാങ്ക് അടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അടിപൊളി ആയിട്ട് തന്നെ നമുക്ക് ജോലിയും കിട്ടിയിരിക്കും. പിന്നെ എല്ലാവരും പറയും 5 വർഷം പഠിക്കണം BC, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സൈലത്തിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പല ആൾക്കാരുടെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് വന്നു 8 മാസം പഠിച്ചു, അപ്പൊ തന്നെ ജോലിയിൽ കയറുന്ന ആൾക്കാരാണ് നമുക്ക് കൂടുതലുള്ളത്. വരുന്നു, പഠിക്കുന്നു, ജോലി. 5 വർഷമൊക്കെ ആവുന്ന ഒരു പ്രോപ്പർ ആയിട്ട് സിസ്റ്റമാറ്റിക് പോവാത്തത് കൊണ്ടാണ്. പഠിക്കുമ്പോൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചോളാം, വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത്, അടിപൊളിയായിട്ട് പഠിക്കുക, അത്രയേ ഉള്ളൂ. പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇവിടെ നിന്ന് ലഭിക്കും. അപ്പൊ അതിന്റെ ബേസിസിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾ അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുന്നതിൽ നമ്മള് 100% കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതെന്തായാലും നമുക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ലഭിക്കും നമ്മുടെ ബാച്ചിൽ ചേർന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മളെ റാങ്കിന്റെ ഹിസ്റ്ററി തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. സൈലം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ 2 വർഷത്തിനിടയിൽ എത്തി. കാരണം നമ്മള് വേറെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് 10 വർഷം കൊണ്ടും 15 വർഷം കൊണ്ടും ഉണ്ടാക്കുന്ന ആ ഒരു റിസൾട്ട് അതിനോടൊപ്പം തന്നെ കോമ്പീറ്റ് ചെയ്ത് നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളാണ്. അതായത് നിങ്ങളിങ്ങനെ പലപ്പോഴും ആഡിലും അല്ലെങ്കിൽ വേറെ സോഴ്സസിലൊക്കെ കാണുന്ന ആ ഒരു ഫോട്ടോ അടുത്തത് നിങ്ങളത് ആവട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ ബാച്ചിന്. പക്ഷെ നമ്മുടെ ബാച്ചിന് വരുന്ന ഫീസ് 4499, അതായത് 4499 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ വെറുതെ ചെലവഴിക്കുന്ന ഒരു പൈസയായിട്ട് വേണമെങ്കിലും പറയാം. കാരണം അത്രയും ഫീസ് കുറവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ഏറ്റവും ഗുഡ് ക്വാളിറ്റി കണ്ടന്റ്, അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യം ഓർത്തേക്ക്. അപ്പൊ ഇപ്പൊ ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും അടിപൊളി കണ്ടന്റ് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അത് ഉറപ്പാണ്. പിന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 25th ആയിപ്പോയി. ജൂലൈ 25th നമ്മുടെ ബാച്ചിന്റെ വാലിഡിറ്റി എക്സാം വരെയാണ്. സാധാരണ നമ്മൾ എല്ലാ ബാച്ചും 1 വർഷം വാലിഡിറ്റി എന്നൊക്കെ പറയും. എന്നാലും ഉറപ്പായിട്ടും എക്സാം തീരുന്നവരെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ എക്സാമിന് ഇപ്പൊ എന്തായാലും നമുക്ക് ഏകദേശം 2027 മിഡോട് കൂടെ നമുക്ക് എക്സാം നടക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും അതുവരെ നിങ്ങൾക്ക് എക്സാം എപ്പോഴാണ് തീരുന്നത് അതുവരെ ഈ ബാച്ച് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോ ജൂലൈ 25 ഡേറ്റ് മറക്കണ്ട. ഫീസ് 4499 ആണ്. ആൻഡ് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ ഒരു നമ്പർ, അതായത് 995100 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു സമയം കളയാൻ പ്രിപ്പയർ ചെയ്യാൻ. അതായത് എല്ലാവരും ചിന്തിക്കുന്ന കാര്യത്തിലുള്ളൂ. അപ്പൊ ഓൾറെഡി നമുക്ക് ഈ കഴിഞ്ഞ ലിസ്റ്റിലേക്ക് പോയ ആൾക്കാരൊക്കെ റാങ്കിലേക്ക് എത്താൻ പറ്റാത്ത ആൾക്കാരോടൊക്കെ നമുക്കിനി കോമ്പീറ്റ് ചെയ്യണം. കാരണം ഓൾറെഡി അവർ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി സമയം എന്ന് പറയുന്നത് വളരെ പരിമിതമായി തന്നെയാണ് ഉണ്ടാവുള്ളൂ. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് വരും. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം എന്ന് തന്നെയാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. കാത്തു നിൽക്കരുത്. അതേ പറഞ്ഞത്. 6 മാസം കൊണ്ട് ഉറപ്പായും എക്സാം വരും. അപ്പൊ നിങ്ങൾ
ആലോചിച്ചാൽ മതി. ഇത്രയും സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. ആ പഠിച്ച സബ്ജക്റ്റിൽ നിന്ന് അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് പോകാനുണ്ട്. അതിൽ നിന്ന് ഒരു 80+ അല്ലെങ്കിൽ ഒരു 90+, 90 മുകളിൽ മാർക്ക് വാങ്ങുക എന്നുള്ളത് തന്നെയാകണം നിങ്ങളുടെ ലക്ഷ്യം. 90 മുകളിൽ നമ്മുടെ ബാച്ചിൽ പഠിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. കാരണം ഉറപ്പായിട്ടും നമ്മുടെ PSC-യുടെ പാറ്റേൺ, PSC-യുടെ മാറുന്ന പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ ബാച്ചസും വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റിസൾട്ടുകൾ ഉറപ്പായിട്ടും. അപ്പൊ എല്ലാവരും കിട്ടും. അതെ സംശയങ്ങളൊന്നും വേണ്ട. എല്ലാവരും എന്ത് ചെയ്തു, ഈ നമ്പറിലേക്ക് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് ഈ ഒരു ഫീസ് ഒക്കെ അടച്ച് നമ്മുടെ ബാച്ചിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. വളരെ പെട്ടെന്ന് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും. അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ടെത്തില്ല. ബാക്കിയുള്ളവരെ പോലെ നിങ്ങൾ ആ ബാച്ചിൽ ചിലപ്പോൾ എത്തില്ല. ചിലപ്പോൾ അവരൊരു 200 ക്ലാസ് ഉള്ളതിൽ അല്ലെങ്കിൽ ഒരു 100 ക്ലാസ് കണ്ട് തീർത്തിട്ടുണ്ടാകും. അവരൊപ്പം നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഇന്ന് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളാം. അപ്പൊ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കുക. എക്സാമിന്റെ നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, നിങ്ങൾ ജോയിൻ ചെയ്തോളാം. പഠനം നമുക്ക് തുടങ്ങാം. അപ്പൊ ക്ലാസ്സുകളിലേക്ക് നമുക്കിനി കാണാം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു താങ്ക് യു ഓൾ.